ചെകുത്താന്റെ എപ്പിസോഡ് 43ലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. കഥ തുടങ്ങുമ്പോൾ പാലസിൽ നിക്കിയും പീയൂഷും സുമിത്രയും കൂടി മാലിക്കിനെ കൊല്ലാനുള്ള പ്ലാൻ ചെയ്യുകയാണ്. അമാവാസിയിലെ ചടങ്ങിന്റെ ആഘോഷം നടക്കുന്നു എന്ന് മാലിക്കിന് മനസ്സിലാകാൻ വേണ്ടി പഴയ പാലസും ഡെക്കറേറ്റ് ചെയ്യുന്ന സമയം മാലിക് അറിയാതെ മാലിക്കിന്റെ ചേംബറിൽ നവധാതു ഭസ്മം കൊണ്ട് മാലിക്കിനെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണ്. മാലിക്കിന്റെ ചേംബറിൽ ബോംബ് വെക്കാനാണ് അവരെല്ലാവരും തീരുമാനിച്ചിരിക്കുന്നത്. നിക്കിക്ക് നവധാതു ഭസ്മം എടുക്കാൻ പോകണം. ആ സമയം അമാവാസിയിലെ ചടങ്ങിന് ആവശ്യമുള്ള സാധനങ്ങൾ ആര് കൊണ്ടുവരും എന്ന് കൺഫ്യൂഷനിൽ നിൽക്കുമ്പോൾ സുമിത്ര പോകാമെന്ന് പറയുകയാണ്. ശേഷം കാട്ടിന്റെ അകത്ത് ചടങ്ങിനുള്ള സാധനങ്ങൾ നോക്കി വരികയാണ് സുമിത്ര. ഈ സമയം പീയൂഷ് സൗദാമിനിക്ക് ഫുഡ് കൊടുക്കുകയാണ്. കുറെ എലികളുടെ ഇടയിലാണ് സൗദാമിനിയെ കെട്ടിയിട്ടിരിക്കുന്നത്. സൗദാമിനി പീയൂഷിനോട് മാലിക് അമാവാസിയിലെ ചടങ്ങ് കഴിഞ്ഞ് എന്നെ രക്ഷിക്കാൻ വരുമെന്ന് പറയുന്നത് കേട്ട് ചിരിക്കുകയാണ് പീയൂഷ്. എന്നിട്ട് അമാവാസിയിലെ ചടങ്ങ് കഴിഞ്ഞാൽ മാലിക്കിനെ നീ കാണില്ല എന്ന് പീയൂഷ് പറയുന്നത് കേൾക്കുന്ന സൗദാമിനിക്ക് പാലസിലുള്ളവർ മാലിക്കിനെതിരെ വലിയൊരു പ്ലാൻ ചെയ്യുന്നു എന്ന് മനസ്സിലാവുകയാണ്. ഇതേ സമയം നിക്കിയും ജഞ്ചാലും നവധാതു ഭസ്മം ഇരിക്കുന്ന പാലസിൽ എത്തുകയാണ്. നിക്കിയും ജഞ്ചാലും യന്ത്രം നോക്കി ആ ഭാഗത്തേക്ക് പോവുകയാണ്. അവസാനം നവധാതു ഭസ്മം ഇരിക്കുന്ന സ്ഥലത്ത് അവർ രണ്ടുപേരും എത്തുകയാണ്. അപ്പോൾ അവിടേക്ക് തലയില്ലാത്ത ചെകുത്താന്മാർ വരികയാണ്. നിക്കിയെ അവർ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണ്. ഇതെല്ലാം കണ്ട് ദൂരെ മാറി നിൽക്കുകയാണ് ജഞ്ചാൽ. ജഞ്ചാൽ നിക്കിയോട് സൂക്ഷിക്കണം, അവർ ഡേഞ്ചർ ആണ് എന്നൊക്കെ പറയുകയാണ്. ഈ സമയം മാലിക്കിന് നടക്കാൻ പാടില്ലാത്ത എന്തോ നടക്കാൻ പോകുന്നു എന്ന് തോന്നുകയാണ്. അപ്പോൾ മാലിക് കിണറ്റിലെ ഭൂതത്തിനോട് ഫോറിൻ കട്ട് മുഴുവൻ ഒരു കണ്ണ് വേണം, എന്തുണ്ടെങ്കിലും എന്നെ ഉടൻ അറിയിക്കണമെന്ന് പറയുകയാണ് മാലിക്. അത് കേൾക്കുന്ന കിണറ്റിലെ ഭൂതം അവിടെ നിന്ന് പോകുന്നു. മറുവശത്ത് സുമിത്ര ഒരു വേര് കുഴിച്ചെടുക്കുന്ന സമയം സുമിത്രയെ തേൾ കടിക്കുന്നു. ഒരു കൂട്ടം തേള് സുമിത്രയെ ഉപദ്രവിക്കാൻ വരുമ്പോൾ അവിടെ വരുന്ന മന്ത്രവാദിനി സുമിത്രയെ രക്ഷിക്കുന്നു. എന്നിട്ട് മുറിവിൽ മരുന്ന് വെച്ച് കൊടുക്കുകയും ആ വിഷത്തിന്റെ ആന്റിഡോട്ട് മരുന്ന് കൊടുക്കുകയും ചെയ്യുന്നു. ഇതോടെ സുമിത്രയുടെ ശരീരത്തിലെ വിഷം മുഴുവൻ പോകുന്നു. അപ്പോൾ ആ വഴി കിണറ്റിലെ ഭൂതം വരുന്നത് കാണുന്ന അവർ രണ്ടുപേരും മരത്തിന്റെ പുറകിൽ മറിഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് മന്ത്രവാദിനി എത്രയും പെട്ടെന്ന് പാലസിൽ പോകണമെന്ന് സുമിത്രയോട് പറയുമ്പോൾ സുമിത്ര അവിടെ നിന്നും ചടങ്ങിനുള്ള സാധനങ്ങൾ എടുത്തിട്ട് മന്ത്രവാദിനിയോട് നന്ദി പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ്. മറുവശത്ത് തലയില്ലാത്ത ചെകുത്താൻ കള്ളന്മാരുടെ തലകൾ നിക്കിയോട് ഞങ്ങളുടെ തലകൾ ഞങ്ങളുടെ ശരീരത്തിൽ വച്ചാൽ നിന്നെ ഇവിടെ നിന്ന് ജീവനോടെ വിടാമെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന ജഞ്ചാൽ നിക്കിയോട് അവർ പറയുന്നതൊന്നും കേൾക്കരുത്, അവർ ചതിക്കുമെന്ന് പറയുകയാണ്. അതൊന്നും കേൾക്കാതെ നിക്കി തലകളുടെ അടുത്ത് പോകുമ്പോൾ ആ തലകൾ പരസ്പരം തർക്കിക്കുകയാണ്. എന്റെ തല ആദ്യം എടുക്കുക എന്ന് 7 തലകളും പറയുന്നത് കേൾക്കുന്ന നിക്കി ഏറ്റവും മുകളിൽ ഇരിക്കുന്ന തല എടുക്കുകയാണ്. എന്നിട്ട് നിക്കി ആ തലയോട് ഏതാണ് അയാളുടെ ശരീരം എന്ന് ചോദിച്ചിട്ട് അയാൾ പറയുന്ന ശരീരത്തിൽ തല വെച്ച് കൊടുക്കുകയാണ്. തല കിട്ടുമ്പോൾ അയാളുടെ സ്വഭാവം മാറുകയാണ്. ഈ നവധാതു ഭസ്മത്തിന് വേണ്ടിയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുത്തേണ്ടി വന്നത്, നീ അത് ഫ്രീ ആയി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു എന്ന് പറയുകയാണ്. അതെല്ലാം കേൾക്കുന്ന ജഞ്ചാൽ ഞാൻ പറഞ്ഞതല്ലേ അവരെ വിശ്വസിക്കരുത്, അവർ ചതിക്കുമെന്ന്, ഇനി എന്ത് ചെയ്യുമെന്ന് നിക്കിയോട് പറയുകയാണ്. അത് കേൾക്കുന്ന നിക്കി അവരോട് ഫൈറ്റ് ചെയ്യുകയാണ്. ഫൈറ്റിന്റെ അവസാനം നിക്കി അയാളുടെ തല വീണ്ടും മുറിച്ചിടുകയാണ്. നിക്കിയെ കാണുന്ന തല നിങ്ങളൊരു സാധാരണ സ്ത്രീയല്ല എന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ ഇനി ഒരിക്കലും നിങ്ങളോട് ചതി ചെയ്യില്ല, എനിക്കൊരു അവസരം കൂടി തരണം എന്ന് പറയുന്നത് കേൾക്കുന്ന നിക്കി ഒന്ന് ആലോചിച്ച ശേഷം ആ 7 പേരുടെയും തല അവരുടെ ശരീരത്തിൽ വെച്ചു കൊടുക്കുകയാണ്. സന്തോഷം തോന്നുന്ന അവർ നിക്കിയോട് എത്ര ഭസ്മം വേണമെങ്കിലും എടുത്തുകൊണ്ട് പോകാൻ പറയുകയാണ്. ശേഷം ആരും അറിയാതെ പാലസിൽ വരുന്ന സുമിത്ര പീയൂഷിന്റെ അച്ഛനും പ്രതീക്ഷ സുമിത്രയെ കാണാനില്ല, മാലിക്കിന്റെ അടുത്ത് പോയി അന്വേഷിക്കുക എന്ന് അവർ പറയുന്നത് കേൾക്കുന്ന സുമിത്ര അവരുടെ മുമ്പിലേക്ക് വരികയാണ്. സുമിത്രയെ കാണുന്ന പീയൂഷിന്റെ അച്ഛൻ ഇത്രയും നേരം എവിടെയായിരുന്നു, ഈ വേഷത്തിൽ എവിടെ പോയിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ സുമിത്ര പൂജയ്ക്കുള്ള സാധനം കയ്യിൽ മറച്ചു വെക്കുന്നത് ശ്രദ്ധിക്കുകയാണ് പീയൂഷിന്റെ അച്ഛൻ. പീയൂഷിന്റെ അച്ഛൻ എന്താണ് കയ്യിൽ മറച്ചു വെച്ചിരിക്കുന്നതെന്ന് സുമിത്രയോട് ചോദിച്ച് കയ്യിൽ പിടിച്ച് വലിക്കുമ്പോൾ സുമിത്രയുടെ കയ്യിൽ നിന്നും ചുവന്ന വേര് തറയിൽ വീഴുകയാണ്. അത് കാണുന്ന പീയൂഷിന്റെ അച്ഛൻ ആ വേര് കയ്യിൽ എടുത്തിട്ട് സുമിത്രയോട് ഈ വേര് മന്ത്രവാദത്തിന് ഉപയോഗിക്കുന്നതാണല്ലോ, ഇത് എന്തിനാണ് എടുത്തതെന്ന് ദേഷ്യത്തോടെ ചോദിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് നിക്കി വരികയാണ്. നിക്കി പീയൂഷിന്റെ അച്ഛനോട് ഞങ്ങൾ മാലിക്കിനെതിരായി ഒരു പ്ലാൻ ചെയ്യുകയാണ്, നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ കൂടെ നിൽക്കണമെന്ന് നിക്കി പറയുന്നത് കേട്ട് അവിടേക്ക് കിണറ്റിലെ ഭൂതം വരികയാണ്. കിണറ്റിലെ ഭൂതം മാലിക് നിക്കി ചതി എന്നൊക്കെ പറയുന്നത് കേൾക്കുന്ന നിക്കി പ്ലേറ്റ് മാറ്റി പിടിക്കുകയാണ്. പെട്ടെന്ന് രക്ഷസിനെ പോലെ സംസാരിക്കുകയാണ് നിക്കി. മാലിക്കിന്റെ അമാവാസിയിലെ ചടങ്ങ് വലിയൊരു ആഘോഷമായി നടത്താൻ പോവുകയാണ്, എനിക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, നിങ്ങൾ എല്ലാവരും എന്നെ സഹായിക്കണം, പഴയ പാലസ് ഡെക്കറേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് ആ ചുവന്ന വേരെടുക്കുന്ന നിക്കി മാലിക്കിന്റെ ചടങ്ങിന് വേണ്ടിയുള്ളതാണ് ഇത്, ബാക്കി എല്ലാ സാധനങ്ങളും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്നെല്ലാം നിക്കി പറയുന്നത് കേൾക്കുന്ന കിണറ്റിലെ ഭൂതം അവിടെ നിന്ന് പോവുകയാണ്. ഭൂതം പോകുന്നത് കാണുന്ന നിക്കി ഡോർ അടച്ചതിന് ശേഷം എല്ലാവരോടും അവരെ പേടിപ്പിച്ചതിനും ഉപദ്രവിച്ചതിനും സോറി പറയുകയാണ് നിക്കി. എന്നിട്ട് എനിക്ക് മാലിക്കിന്റെ മുമ്പിൽ രക്ഷസായി അഭിനയിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും എനിക്ക് ബുദ്ധിമുട്ടിക്കേണ്ടി വന്നു എന്ന് നിക്കി പറയുന്നത് കേൾക്കുന്ന പീയൂഷിന്റെ അച്ഛന് ദേഷ്യം വരികയാണ്. പീയൂഷിന്റെ അച്ഛൻ നിക്കിയെ വഴക്ക് പറയുകയാണ്. അതെല്ലാം കേൾക്കുന്ന നിക്കി മാലിക്കിനെതിരായി നിൽക്കാൻ വേണ്ടി പീയൂഷിന്റെ അച്ഛനെയും പിന്നെയും നിർബന്ധിക്കുകയാണ്. അപ്പോൾ സുമിത്രയും പീയൂഷും ആരോഹി നിക്കിയുടെ കൂടെ നിൽക്കുമെന്ന് പറയുന്നത് കേൾക്കുന്ന പീയൂഷിന്റെ അച്ഛൻ ഞങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ഒരിക്കലും നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പ്രതീഷിന്റെ കൂടെ അവിടെ നിന്ന് പോകുന്നു. അവർ പോകുന്നത് കാണുന്ന ജഞ്ചാലും ഭവാനി നിക്കിയുടെ കൂടെ നിൽക്കാമെന്ന് പറയുകയാണ്. ശേഷം നിക്കി വേതാളത്തിന്റെ അസ്ഥികൂടത്തിന് ജീവൻ കൊടുക്കുന്ന പൂജ ചെയ്യുകയാണ്. മറുവശത്ത് ഭവാനിയും ജഞ്ചാലും കൂടി തല കിട്ടിയ ചെകുത്താൻ പ്രേതങ്ങളെ കൊണ്ട് ബോംബുകളെല്ലാം ഒരു ബോക്സിലാക്കി പാലസിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ സമയം വേതാളത്തിന്റെ അസ്ഥികൂടത്തിന് ജീവൻ കിട്ടുകയാണ്. അത് കണ്ട് നിക്കി സന്തോഷത്തോടെ നിൽക്കുകയാണ്. ശേഷം പാലസിൽ വരുന്ന നിക്കിയുടെ അടുത്തേക്ക് എല്ലാവരും വരികയാണ്. പീയൂഷിന്റെ അച്ഛൻ നിക്കിയോട് ഞാൻ എപ്പോഴും എന്റെ കുടുംബത്തിന്റെ കൂടെ ഉണ്ടാവുമെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന നിക്കി സന്തോഷത്തോടെ നിൽക്കുകയാണ്. മാലിക്കിനെ നിക്കിക്ക് കൊല്ലാൻ കഴിയുമോ ഇല്ലയോ എന്ന് അറിയാൻ അടുത്ത എപ്പിസോഡ് ഇടുന്നവരെ വെയിറ്റ് ചെയ്യണേ. താങ്ക്